പരിഗണിക്കുന്നില്ല എന്ന വിമർശനവുമായി യൂത്ത് ലീഗ് നേതാവ്. പ്രലോഭനവും ഭീഷണിപ്പെടുത്തലും വഴിയും പലരും സ്ഥാനമാനങ്ങൾ നേടുകയാണ്. യൂത്ത് ലീഗ് ട്രഷറർ MA സമദ് ഫേസ്ബുക്കിലൂടെയാണ് ഈ വിമർശനം ഉന്നയിച്ചത്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഹീദ്, ഇതിപ്പോ ഈ മന്ത്രിമാർ വന്നു, പുതിയ ഭരണം വന്നു, അപ്പോൾ മന്ത്രിമാരുടെ സ്റ്റാഫുമായി ബന്ധപ്പെട്ടൊക്കെ നിയമനം നടക്കുമ്പോൾ വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇത്രയും കാലം മഴയത്തും വെയിലത്തും നിന്നവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം. തീർച്ചയായും ആര്യ, അധികാരമോഹികൾ, സ്ഥാനമോഹികൾ അനർഹമായി ലീഗിലെ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടും ഇത്തരം പാർലമെന്ററി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടൊക്കെ സ്ഥാനങ്ങൾ നേടുന്നു എന്നൊരു വിമർശനം ലീഗിനകത്ത് കുറച്ചു കാലമായി ഉണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ അക്കാര്യം ഒളിഞ്ഞും തെളിഞ്ഞും ആ വിമർശനങ്ങളൊക്കെ ഉയർന്നതാണ്. നമ്മളത് ചർച്ച ചെയ്തതാണ്. അതിനിപ്പോൾ വളരെ രൂക്ഷമായൊരു വിമർശനമായി ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രഷററാണ് MA സമദ് ഒരു തുറന്ന അഭിപ്രായ പ്രകടനം ഇപ്പോൾ ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായുള്ളത് പ്രലോഭനം, യാചന, ഭീഷണിപ്പെടുത്തൽ എന്നീ വഴികളിലൂടെ അർഹമായതോ ആയ സ്ഥാനമാനങ്ങൾ വാങ്ങിയെടുക്കുന്നു ചിലർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. അതായത് ശരിയായ വഴികളിലല്ലാതെ പ്രലോഭനവും ഭീഷണിയും വഴി ലീഗിൽ ഇപ്പോൾ പലരും സ്ഥാനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു എന്നുള്ളൊരു വിമർശനം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ തന്നെ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അദ്ദേഹം എടുത്തുന്നയിക്കുന്നൊരു പേരുണ്ട്, പല പേരുകളും പറയുന്നതിൽ പ്രധാനപ്പെട്ടത് PM സാദിഖ് അലിയുടേതാണ്. MSF സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് ലീഗ് സംസ്ഥാന ഭാരവാഹിത്വം പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പദവികൾ വഹിച്ച PM സാദിഖ് അലി സംഘടനയ്ക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ആളാണ്, നിസ്വാർത്ഥമായി പണിയെടുത്ത ആളാണ്, ജോലി ചെയ്ത ആളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, പിന്നീടും അദ്ദേഹത്തെ പാർട്ടി ഒരു തരത്തിലും പരിഗണിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹം പേരെടുത്ത് നടത്തുന്ന വിമർശനം. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മുസ്ലിം ലീഗിൻ്റെ ആഭ്യന്തര അധികാര രാഷ്ട്രീയത്തിൽ KM ഷാജി പക്ഷത്തിനൊപ്പം അടിയുറച്ച് നിന്ന ഒരു നേതാവ് കൂടിയാണ് PM സാദിഖ് അലി. മുമ്പ് ലീഗിലെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാർക്കെതിരെ അതിവിവാദമായ വലിയ ആരോപണങ്ങളൊക്കെ ഉയർന്ന സമയത്ത് ഈ മറുപക്ഷം ലീഗിൻ്റെ അകത്തുള്ള സംശുദ്ധ രാഷ്ട്രീയത്തിനൊപ്പം നിലയുറപ്പിച്ചു എന്നുള്ള ഒരു പ്രതീതിയുള്ള ആളാണ് ഈ PM സാദിഖ് അലി. ഒക്കെ KM ഷാജി പക്ഷം, മുനീർ പക്ഷത്തിനൊക്കെ ഒപ്പമായിരുന്നു. ഈ MA സമദിൻ്റെ ഈ ഫേസ്ബുക്ക് വിമർശനത്തിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചേർത്തു നിർത്തേണ്ടവർ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു എന്നൊരു വിമർശനം, അത് KM ഷാജിക്കെതിരെ കൂടിയുള്ള വിമർശനമാണ് എന്ന് വേണം ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. അദ്ദേഹത്തെ അടുത്തു നിർത്തേണ്ടവർ, ചേർത്ത് നിർത്തേണ്ടവർ, പരിഗണിക്കേണ്ടവർ എന്ന് ആ ഫേസ്ബുക്കിൽ MA സമദ് സൂചിപ്പിക്കുന്നത് നമുക്ക് ലീഗിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അത് KM ഷാജിക്കെതിരെ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പ്രതീക്ഷിക്കപ്പെടുന്നവർ ഇപ്പോൾ PM സാദിഖിലെ കൈയൊഴിഞ്ഞു എന്നുള്ളൊരു അതിരൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ MA സമദിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പാർട്ടിക്കകത്ത് അടക്കിപ്പിടിച്ച് നടന്നുകൊണ്ടിരുന്ന വിമർശനം ഇപ്പോൾ ഒരു സംസ്ഥാന നേതാവ് തന്നെ, യൂത്ത് ലീഗിൻ്റെ തന്നെ സംസ്ഥാന ട്രഷറർ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MA സമദ് പരസ്യമായി വിമർശിക്കുന്നു പറയുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ലീഗിനകത്ത് ഈ വിഷയത്തിൽ വലിയ വിമർശനം ആഭ്യന്തരമായി ഉയരുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആര് സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥാനമോഹികളും അധികാരമോഹികളും അനർഹമായ സ്ഥാനമാനങ്ങൾ നേടുന്നു, ജോലി പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവർക്ക് മാറി നിൽക്കുന്നു.